എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ പൊങ്കാലിടാനുള്ള അടുപ്പ് റെഡിയാക്കി അതിന് നമ്മൾ കലവും വെച്ച് വെള്ളം ഒഴിച്ച് തിളക്കാൻ വെച്ചോ. നിങ്ങൾക്കുള്ള അരി റെഡി ആയിട്ടുണ്ട്. അരി എന്താണെന്നല്ലേ കാണിച്ചു തരാം. मार्केट में गए तो वो कहती क्या क्या खिलाओगे, मगर तू बता क्या खाएगी। तो हमने चिकन बिरयानी खाई, वो आई होगी 360-370 रुपए की। फिर वो कहती घर छोड़ाओ, वहाँ यार 370 रुपए लगे हैं, मैं वसूलता करूँगा। पीक गुड़गांव कंटेंट खा गई मेरे पैसे। तो क्या हुआ, तो मैं सोच रहा हूँ यार अगर रूम पे ले जाऊँ ऑकवर्ड लगेगा कि पहले दिन ही मांग रही, पहले दिन मांग रही, ले रही मांग रही मतलब मांग। പ്രശസ്ത യൂട്യൂബറും സ്റ്റാൻഡപ്പ് കോമേഡിയനായിട്ടുള്ള പ്രണീത് മോറിന്റെ ഒരു ഷോയിൽ വന്നിട്ട് ചങ്ങായി പറഞ്ഞൊരു പരാമർശമാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. അവൻ പറഞ്ഞത് പക്കാ വിവരക്കേടും സ്ത്രീ വിരുദ്ധതയാണ്. അവൻ പറഞ്ഞത് ഇതാണ്: ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ അവനൊരു ദിവസം ഡേറ്റിങ്ങിന് പോയിട്ട് ഇവര് ബിരിയാണി കഴിച്ചിട്ട് ഏകദേശം 370 രൂപയായി ബില്ല്. ആ കുട്ടി ഇവനോട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനും കൂടി പറഞ്ഞു. അപ്പോൾ അവൻ ചിന്തിച്ചു പോലും, ഈ 370 രൂപ മുടക്കി അവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് ഈ വീട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, താൻ അതിന് അർഹനല്ലേ എന്ന് ഇവൻ ചിന്തിച്ചു. ഈ തിരുമണ്ടൻ അത് ആ പെൺകുട്ടിയോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ എന്ത് കിട്ടി എന്നുള്ളത് അവൻ പറഞ്ഞിട്ടില്ല. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് കിട്ടിക്കാണും. ഈ ഒരു സംഗതി അവൻ പറഞ്ഞ സമയത്ത് ആ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് പ്രണീത് മോർ അടക്കം കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരാൾ പോയി നീ എന്ത് മണ്ടത്തരായി പറയുന്നെന്നോ അല്ലെങ്കിൽ നീ പറയുന്നത് ശരിയാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അത്ര പോലും വിവരമില്ലാത്ത ആൾക്കാരായി മാറിയിരിക്കുന്നു. ഇവരൊക്കെ ചിന്തിച്ച് വച്ചിരിക്കുന്ന ഈ ഒരു സംഗതിയില്ലേ, അതായത് ഒരു 300 രൂപയോ 370 രൂപയോ ഒരു ബിരിയാണിയോ ഷവർമയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ ഒരു പെൺകുട്ടി സർവസ്വവും തൻ്റെ കാൽക്കീഴിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് തനിക്ക് അടിമയായി ജീവിക്കും, അല്ലെങ്കിൽ താൻ പറയുന്നതൊക്കെ കേൾക്കും, അല്ലെങ്കിൽ അവളുടെ മേൽ തനിക്ക് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഈ ഒരു മണ്ടത്തരയില്ലേ, ഇതൊക്കെ മാറേണ്ട കാലം എന്നെ അവസാനിച്ചു. ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും നല്ലൊരു ജോലിയുള്ള ഇയാളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നു. ഇതിപ്പോൾ സ്ത്രീകളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, പുരുഷന്മാരെ കൂടി സംബന്ധിക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അടങ്ങുന്ന ഈ ഒരു പുരുഷ സമൂഹത്തെ ഒട്ടാകെ ഇവൻ കരിവാരത്തേക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇവനോട് എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ, എടാ നീ ജീവിക്കുന്ന കാലം സത്യം പറഞ്ഞാൽ മാറിപ്പോയി. നീ കുറച്ചു കാലം മുന്നേ ജീവിക്കേണ്ട ഒരാളായിരുന്നു. കാരണം ഈ കാലത്തുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ നീ ഒരു 500 രൂപയോ 300 രൂപയോ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുത്താൽ എല്ലാം തൻ്റെ കീഴിൽ വെക്കുന്ന ഒരാളല്ല. അങ്ങനെ വല്ല 370 രൂപയുടെയും ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് ഇമ്മാതിരി ചൊറിയുന്ന വർത്താനം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൾ 370 രൂപ വിത്ത് ഇൻട്രസ്റ്റ് നിനക്ക് തിരിച്ചു തന്ന് നിന്റെ മുന്നിൽ നീ വാങ്ങിക്കൊടുത്ത ബിരിയാണി നിന്റെ തല വഴി ഛർദ്ദിച്ച് വെച്ച് ഇറങ്ങിപ്പോകും. അതാടോ ഇപ്പോഴത്തെ പെൺപിള്ളേർ. എൻ്റെ അമ്മയുടെ കാലത്തുള്ള ആൾക്കാരാണ് ഈ കാലത്തിലും ജീവിച്ചിരിക്കുന്നതെന്ന് നീ ചിന്തിക്കുന്നതേ തെറ്റ്. പിന്നെ നിന്റെ അമ്മക്ക് നിന്റെ അച്ഛൻ ഏത് ബിരിയാണി എത്ര രൂപക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് നീ ഉണ്ടായത് എന്നുകൂടി നീ ചിന്തിക്കണം. നിന്റെ ചിന്ത പോകുന്നത് ആ ലെവലിലേക്കാണല്ലോ. എന്തായാലും ചങ്ങായി ഇപ്പോൾ നല്ല എയറിലാണ്, ഇരുന്ന് സുഭിക്ഷമായി പൊങ്കാല ചോറും കഴിക്കുന്നുണ്ട്. ആളുടെ ജോലി എന്തായാലും പോയിട്ടുണ്ട്. അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവൻ ഡീആക്ടിവേറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞ് കിടന്ന് മെഴുകുന്നുണ്ട് പോലും. എന്തൊക്കെ പറഞ്ഞാലും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അതിനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. ഇത്രയും സൈബർ ബുള്ളിങ് ഒരാൾക്ക് നേരിടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ നോക്കുമ്പോൾ സഹതാപമൊക്കെ തോന്നുന്നതാണ്. പക്ഷെ ഇവനോടൊന്നും സഹതപിച്ചിട്ട് കാര്യമില്ല. കാരണം നാളെ ഒരു പെൺകുട്ടിയെ അവനെ നൈസായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം അവൻ്റെ ചിന്ത പോകുന്നത് ആ ലെവലിലേക്കാണ്. ഇവൻ കാരണം നാളെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ ഇവൻ ഇന്നീ കുറച്ച് നേരം എയറിൽ കയറി നടക്കട്ടെ. കാരണം നാളെ ഇവന് വേണ്ടാത്ത വല്ല ചിന്തയും തോന്നുമ്പോൾ ആ ചിന്തയൊന്ന് പിടിച്ച് വലിച്ച് അടങ്ങിക്കോന്ന് പറയാൻ ഇവൻ ഇതൊരു അവസരമാകട്ടെ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, നമുക്ക് വായിക്കാമല്ലോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.